ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു യാത്രയാണ്. പക്ഷേ ഇന്നൊരു ഡിഫറൻസ് ഉണ്ട്. ഇന്നൊരു ഭക്തിസാന്ദ്രമായൊരു യാത്രയാണ്. യാത്ര എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തേക്കാണ്. അതെ, നമ്മുടെ രാജനഗരി. അപ്പോൾ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ അമ്പലം വിസിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായി ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് വെച്ച് വഴിയിലൊന്ന് നിർത്തി, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡ്ഡലിയും പിന്നെ അത് നല്ല ചമ്മന്തിയൊക്കെ അമ്മ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടി പോവുക. രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഫീൽ തന്നെ. അതും നമ്മുടെ അമ്മ ഇത്ര സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ അതേ ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ അതേ പ്ലേറ്റിൽ വിളമ്പി. അപ്പോൾ ഇനി അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ യാത്ര തുടങ്ങുക കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് യാത്ര തുടങ്ങി. പക്ഷേ എന്താണെന്നറിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിച്ചുകൊണ്ടതുകൊണ്ട് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞങ്ങളൊരു മൂങ് ദാലൊക്കെ എടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചു. മൂങ് ദാൽ മാത്രമല്ല, ഞങ്ങൾ കുറച്ച് വിശപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരാണ്. അപ്പോൾ പോകുന്ന വഴി കഴിക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ ആര്യനിവാസ് ഹോട്ടലിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സമയം ഉച്ചയായി. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് അടിച്ചിട്ടാണ് അപ്പം അടുത്ത പരിപാടി. അച്ചടെ അപ്പടെ ഫുഡ് ഇതേ വന്നു. ഒരു മീൽസ് ഓർഡർ ചെയ്തേ. ഞാനിപ്പോൾ ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയും ഓർഡർ ചെയ്തേക്കണേ. കാരണം ഞങ്ങളിവിടെ ഇതെനിക്ക് ഭയങ്കര പരിചയമുള്ള ഇഷ്ടമുള്ളൊരു ഹോട്ടലാണ്. കാരണം ഞങ്ങളിവിടെ ഒരു 6 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അല്ലേ, ഇപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ ഞാനിവിടെ വന്ന മെയിൻ കഴിക്കണ എൻ്റെ ഫുഡാണ് ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയും. അതെനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് വരാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ദേ ഫുഡ് വന്നിരിക്കുകയാണ്. അത് നല്ല ഫ്രൈഡ് റൈസും പിന്നെ നല്ല ഉഗ്രം ഫ്രൈഡ് റൈസ് ആട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഉഗ്രം ഫ്രൈഡ് റൈസാണ്. പിന്നെ നല്ല ഗോബി മഞ്ചൂരിയും സാലഡും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല യുദ്ധം തുടങ്ങാം. ആദ്യം കുറച്ച് ഫ്രൈഡ് റൈസൊക്കെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിൽ ഇച്ചിരി ഗോബി മഞ്ചൂരിയൊക്കെ അങ്ങോട്ട് ഒന്ന് കൂട്ടുക, എന്നിട്ട് ഒരു പിടി പിടിക്കുക. ഇതിവിടുത്തെ കാർ പാർക്കിംഗ് ആണ് കേട്ടോ. സാധാരണ പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്യുക. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് സ്ഥലമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇവർ പുതിയൊരു സംഭവം ആക്കി, അതായത് മറ്റേ ഇങ്ങനൊരു സൗകര്യമാക്കി കാർ പാർക്കിംഗ്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പോൾ നമ്മുടെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. താഴെ എത്തണേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഹോട്ടലിലേക്ക് വന്നു. പക്ഷേ റൂം റെഡി ആയില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എന്തോ ക്ലീനിങ് നടത്തുകയെന്ന് പറഞ്ഞേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. ഹായ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ റൂമിലൊക്കെ പോയി ഫ്രഷായി ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ഓർമ്മകളാണ്. മൊത്തത്തിൽ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഓർമ്മകളാണ്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പിന്നെ കുറച്ച് നാളെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ അമ്പലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ.
കുളത്തിൽ നോക്കിയപ്പോൾ നല്ല 2 ആമകളെയൊക്കെ കാണുന്നുണ്ട്. നിറയെ മീനുകളൊക്കെ ഉണ്ട്. ഇത് ആറ്റുകാലമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കുളമാണ്. അവിടെ നോക്കിയപ്പോഴാണ് കണ്ടത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ ഒരു ചട്ടമ്പി സ്വാമി സ്മാരകമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഹോളിനകത്തൊന്ന് കയറിയിട്ട് വരാം. അപ്പോഴത് ഇവിടെ ഒരു കുട്ടികളുടെ സംഗീതം നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് കാണണം. അപ്പോൾ ഞങ്ങളത് ഈ ഹോളിനകത്ത് കയറിയിട്ട് വരാം. അങ്ങനെ കുട്ടികളുടെ സംഗീതവും പിന്നെ ചട്ടമ്പി സ്വാമിയുടെ സ്മാരകമൊക്കെ കണ്ട് ഞങ്ങളിത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ചായ കുടിക്കാമെന്ന് വെച്ച് പോവാം. കാരണം ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് നല്ല അടി അടിച്ചിട്ടുണ്ട് ഫുഡ്. അപ്പോൾ ഇന്നിനി ഡിന്നർ കുറച്ച് ലൈറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നല്ല കാപ്പിയും പിന്നെ നല്ല 2-3 കട്ട്ലറ്റൊക്കെ അടിച്ച് ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ ഇതോടെ നിർത്തുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി റൂമിൽ പോവുക, റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഞങ്ങൾ നാളെ കുറച്ച് പരിപാടിയുണ്ട്. നാളെ ഞങ്ങൾ തിരുച്ചെന്തൂർ അമ്പലത്തിൽ പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എളുപ്പമാണല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു ടെമ്പിൾ വിസിറ്റിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിനി ഫുഡൊക്കെ അടിച്ച് റൂമിൽ പോയി കിടന്ന് നാളെ കാണാം. അപ്പോൾ ബൈ.